ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുഖവും ശരീരവും ഒരേപോലെ നിറവെക്കാൻ സഹായിക്കുന്ന ഒരു പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ വില കൊടുത്തിട്ട് നിങ്ങൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പൗഡർ മാത്രം യൂസ് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾ പൗഡർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേട്ടോ. ഇത് യൂസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മുഖം നല്ല ഈവണായിട്ടുള്ള കളറ് വരാനും തിളക്കം വരാനും നിറം വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി പൗഡറാണ്. ഇത് ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം. ബാത്തിങ് പൗഡറായിട്ടും ഫേസ് വാഷായിട്ടും ഫേസ് പാക്കായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റിസൾട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മസൂർ ഡാലാണ്. ചുവന്ന പരിപ്പില്ലേ, അതാണ് 1 ടീസ്പൂണോളം നമുക്ക് ഒരു മസൂർ ഡാൽ എടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുപയറിൻ്റെ പരിപ്പാണ്. ചെറുപയർ പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പൊടിയായിട്ട് തന്നെ അത് കിട്ടും. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തന്നെ കടലപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ടത്. അതായത് മസൂർ ഡാൽ, അതായത് ചുവന്ന പരിപ്പില്ലേ, ചുവന്ന പരിപ്പും ചെറുപയർ പൊടി, അതേപോലെ തന്നെ കടലപ്പൊടി, പിന്നെ വേണ്ടത് മുത്താറിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് നിങ്ങൾക്ക് റോസ് വാട്ടർ, തൈര്, പാല്, ഇത് 3-ൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക കലക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതായത് ഇത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നിങ്ങൾ എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിച്ചതിന് ശേഷം ആവശ്യാനുസരണം മാത്രം ഇതിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് സ്കിൻ ടൈപ്പ് ഉണ്ട്. അതായത് നോർമൽ സ്കിന്നുണ്ട്, ഓയിലി സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, അതേപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുണ്ട്, സെൻസിറ്റീവ് സ്കിന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് തൈര്, പാല്, റോസ് വാട്ടർ എന്നുള്ളതിൽ അവരെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്നത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തതിന് ശേഷം നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിന്നിന് ഏറ്റവും നല്ലത് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നതാണ്. ഇനി നോർമൽ സ്കിന്നുകാർക്കാണെങ്കിൽ പാലോ തൈരോ റോസ് വാട്ടറോ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഏത് നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർ പാലോ തൈരോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മിൽക്കാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ഒരു പൊടിയിൽ യൂസ് ചെയ്തതിന് ശേഷം ഫുൾ ബോഡി വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ മുഖത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് വെയിസിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കറുത്ത പാടും കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ അല്ലാണ്ട് ഈർപ്പുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ പൂപ്പൽ കെട്ടും. അപ്പോൾ നമുക്കിത് ഒരുപാട് കാലം എന്താ പറയുക അടച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് മാത്രമേ എടുക്കാനും പാടുള്ളൂ. അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ വെക്കുക, ഈർപ്പം കയറുന്നിടത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഈ സോപ്പും ഫേസ് വാഷും എല്ലാം മുഖത്ത് യൂസ് ചെയ്യുന്നതിൽ നല്ലതാണിത്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.